എല്ലാവർക്കും പ്രണാമം. 64-ാം പദ്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. 63-ാം പദ്യത്തിൽ ഒരു ജീവൻ മുക്തൻ അഥവാ ബ്രഹ്മനിഷ്ഠൻ എങ്ങനെയാണ് ഓരോ നിമിഷവും ജീവിക്കുന്നത് എന്ന കാര്യം ഗുരുദേവൻ വ്യക്തമായി പ്രതിപാദിച്ചു. അദ്ദേഹം സദാ ബ്രഹ്മത്തിൽ തന്നെ വർത്തിക്കുന്നു. ഇന്ദ്രിയ വിഷയങ്ങളൊന്നും അദ്ദേഹം അറിയുന്നതേയില്ല. അറിവിനെ ഇങ്ങറിയുന്നതെന്നിയെ താൻ പരവശനായി അറിവിയില്ല. ഇന്ദ്രിയങ്ങൾക്ക് വശപ്പെട്ട അദ്ദേഹം ഒന്നിനെയും അറിയാറില്ല. പരവശനായി അറിവിയില്ല. പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാരു പറത്തിടുന്നു. പുറത്തുനിന്ന് നോക്കുന്ന ആർക്കും ഇത് പിടികിട്ടില്ല. അദ്ദേഹം ശരീരം കൊണ്ട് എന്ത് ചലനത്തിലേർപ്പെട്ടിരുന്നാലും മനസ്സ് പലത് കാണുന്നതേയില്ല. പക്ഷെ ഇത് ഒരു സാധാരണക്കാരന് എങ്ങനെ സാധിക്കും? ഒരു സാധാരണക്കാരന്റെ ഇന്ദ്രിയങ്ങൾ ഓരോ ഇന്ദ്രിയവും കാണിക്കുന്ന വിഷയങ്ങളിൽ സംഘബദ്ധമാണ്. അതെന്റേത്, അത് നിന്റേത്, ഞാനൊരിക്കലും ഇത് കൈവിടില്ല എന്നിങ്ങനെ ജഡവിഷയങ്ങളിൽ ഒരു ലൗകികൻ സാധാരണ ബദ്ധനായി വർത്തിക്കുന്നു. അങ്ങനെയുള്ള ആൾക്ക് ഈ വിഷയബന്ധം മനസ്സ് ഓരോ വിഷയങ്ങളുമായും പറ്റിപ്പിടിച്ച് ഇതെന്റത് നിന്റത് എന്നിങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഈ സ്ഥിതി എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്ന കാര്യമാണ് 64-ാം പദ്യത്തിൽ വിവരിക്കുന്നത്. പ്രതിവിഷയം പ്രതി ബന്ധമേറിമേവും. ഓരോരുത്തർക്കും ഓരോ ബന്ധങ്ങൾ. ബന്ധമേറിമേവുന്നതിനെ നിജസ്മൃതിയെ നിരാകരിക്കൂ. അതിവിശദസ്മൃതിയാൽ അതീത വിദ്യാനിധി തെളിയുന്നു. അതിനില്ല നീതിഹാനി. ഓരോരുത്തർക്കും പ്രതിവിഷയം പ്രതി ഓരോ ജഡ വിഷയത്തിലും ബന്ധമേറിമേകുന്നു. കടുത്ത ബന്ധം. കുടുംബബന്ധം. കുടുംബത്തിൽ തന്നെ പലതരം ബന്ധങ്ങൾ. ഭാര്യാഭർത്തൃബന്ധം, പിതൃപുത്രബന്ധം, പിന്നെ മറ്റ് ജഡപദാർത്ഥങ്ങളോടുള്ള ബന്ധം, വീട്, കാറ്. ഒരു സാമാന്യ മനുഷ്യൻ. വലിയ മനുഷ്യരാണെങ്കിലോ അധികാരത്തിലൊക്കെ ഇരിക്കുന്നവർ, എന്റെ രാജ്യം, ഞാനത് വിടില്ല, എന്റെ പാർട്ടി, അങ്ങനെ നിരവധി ബന്ധങ്ങളാണ്. നല്ല ഉറച്ചുപോയ ബന്ധങ്ങൾ. ഈ ബന്ധങ്ങൾക്കൊക്കെ ഇപ്പൊ എന്താ സാർ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. ദുഃഖിക്കേണ്ടി വരും. രാപകൽ ഈ ബന്ധങ്ങൾ ദുഃഖിപ്പിക്കും. അവസാനമാകുമ്പോഴോ ഈ ബന്ധം ശക്തമായി നിൽക്കും. ശരീരം വിട്ടുപോകേണ്ടതായും വരും. അവിടെയാണ് ഈ മായയെ ദുരന്ത എന്ന് പറയുന്നത്. അവസാനം തികച്ചും ദുരന്തത്തിൽ കൊണ്ടെത്തിക്കും. ഇതിനെന്താ മാർഗം? ഒറ്റ മാർഗമേ ഉള്ളൂ. ഒരു കർമ്മവും ഈ ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കുകയില്ല. പിന്നെന്താ? വ്യക്തമായി വസ്തുവിനെ ധരിക്കൂ. വസ്തു എന്താണ്, ഇവിടെ ഉള്ളതെന്ത് എന്ന് വ്യക്തമായി ധരിക്കൂ. പ്രതിവിഷയം പ്രതി എന്നുവെച്ചാൽ ഓരോരോ വിഷയങ്ങളോടും ബന്ധമേറിമേവുന്നതിനെ, കടുത്ത ബന്ധം ഉറപ്പിച്ച് കഴിയുന്നതിനെ നിജസ്മൃതിയെ നിരാകരിക്കൂ. അതിനെ നിരാകരിക്കണമെങ്കിൽ, അതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. നിജസ്മൃതി. താനാരാണെന്ന് വ്യക്തമായി സദാ ഓർമ്മിക്കൂ. അതിന്റെ പശ്ചാത്തലത്തിൽ ശാസ്ത്രീയമായി ഈ പ്രപഞ്ചം എന്താണെന്ന് ഓർമ്മിക്കൂ. നിജസ്മൃതി എന്ന് പറഞ്ഞാൽ ആത്മസ്മൃതി, ബോധസ്മൃതി, ബ്രഹ്മസ്മൃതി. ഈ ബന്ധത്തിൽ നിന്നും മോചനം നേടാൻ ഒരൊറ്റ മാർഗമുള്ളൂ. മറ്റെല്ലാം കർമ്മമാണ്. കർമ്മമൊന്നും ഈ ബന്ധത്തിൽ നിന്ന് മോചനം തരില്ല. നേരെ മറിച്ച്
നിജസ്മൃതി ഉറയ്ക്കാമെങ്കിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ, സമ, ബ്രഹ്മത്തിന് രണ്ട് ശക്തികളുണ്ട്, അന്യസമ. അതിൽ സമയെ ആശ്രയിച്ചുകൊണ്ട് ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം. ഇപ്പൊ വീടിനോട് കടുത്ത ബന്ധം, അത് വീടിന്റെ ഓർമ്മ വരുമ്പോ ഇത് ബ്രഹ്മമെന്ന് ഓർമ്മിക്കൂ. വീട് നിജസ്മൃതി, ആത്മാവാണ് വീട് എന്ന് ഓർമ്മിക്കണം. ഇത് ബ്രഹ്മം. ഇത് ഓർമ്മിച്ചാൽ പലർക്കും പെട്ടെന്ന് സംശയം, അപ്പൊ വീട് ബ്രഹ്മമാണെന്ന് ഓർമ്മിച്ചാൽ പെയിന്റ് അടിക്കാൻ പറ്റുമോ സാർ? എന്താ പറ്റാത്തത്? അത്ഭുതമാണ്. എന്താ, ബ്രഹ്മമെന്ന് ഓർമ്മിച്ചുകൊണ്ട് പെയിന്റ് അടിച്ചാൽ ഇന്നടിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി ആ പെയിന്റിന് ഭംഗി കൂടും. പിന്നെ നമ്മുടെ മനസ്സിനോ അതിരറ്റ ആശ്വാസം, അതിരറ്റ ആശ്വാസം. ആരോടും ഒരിടത്തും വഴക്കില്ല. ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നു, തിരുത്തേണ്ടതൊക്കെ തിരുത്തുന്നു. പക്ഷെ ഒരിടത്തും ക്ഷോഭിച്ചിളകി കോലാഹലം ഉണ്ടാക്കിയിട്ടല്ല. ക്ഷോഭിച്ചിളകിയാൽ ഉള്ളതും കൂടെ ഇല്ലാതാവും. അപ്പോ കുഞ്ഞുങ്ങളെയൊക്കെ ബ്രഹ്മമാണെന്ന് വിചാരിച്ചാലോ സാർ? അവരെ പള്ളിക്കൂടത്തിൽ അയക്കാനൊക്കോ? എന്താ ചോദ്യം ഇത്? ആ സംഘബദ്ധത കൊണ്ട് എല്ലാം മറന്നുപോകുന്നു. കൃഷ്ണൻ ജനിച്ചു വീണുടൻ അമ്മയോടും അച്ഛനോടും പറയുന്നത്, നിങ്ങളെന്നെ പുത്രനായി കരുതും മോഹം. വസുദേവനോടും ദേവകിയോടും പറയുകയാണ്, പക്ഷേ കൂടെ കൂടെയെങ്കിലും ഞാൻ ബ്രഹ്മമാണെന്നുകൂടി ഓർമ്മിക്കൂ. ഓർമ്മിച്ചാൽ നിങ്ങളും ഞാനും രക്ഷപ്പെടും. അല്ലെങ്കിൽ നിങ്ങളും ഞാനും ദുഃഖത്തിൽ കിടന്നുഴലേണ്ടി വരും. അപ്പോ എന്തും ബ്രഹ്മമാണെന്ന ശാസ്ത്രീയ സത്യം, ഒരൊറ്റ സത്യം നമ്മൾ അംഗീകരിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഇത് ഒരൊറ്റ സത്യമേ ഇവിടെ ഉള്ളൂ. സർവം ബ്രഹ്മമയം. ഉപനിഷത്തും മറ്റും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. ഈ സ്മൃതി, ഇത് ഓർമ്മിക്കുക. അർജുനന് പോലും ഒടുവിൽ ഈ സ്മൃതി തിരിച്ചു കിട്ടിയെന്നാണ്. അർജുനൻ പറയുന്നു, ഭഗവാനെ നഷ്ടോ മോഹ, എന്റെ മോഹം നഷ്ടമായി. എന്താ കാര്യം? പലതുണ്ടെന്നുള്ള ചിന്ത. ഭീഷ്മര് വേറെ, ദ്രോണര് വേറെ, ഞാൻ വേറെ, കൃഷ്ണൻ വേറെ. ഈ ചിന്തയാണ് മോഹം. ഭഗവാനെ അത് പോയിരിക്കുന്നു. നഷ്ടോ മോഹ സ്മൃതിർലബ്ധ, സ്മൃതി തിരിച്ചു കിട്ടി. എന്താ സ്മൃതി? ഞാൻ ബ്രഹ്മം, ഈ ജഗത്ത് മുഴുവൻ ബ്രഹ്മം എന്ന ശാസ്ത്രീയ സത്യം എനിക്കിപ്പോ വിട്ടുപോകാതെ സ്മരിക്കാൻ കഴിയുന്നു, ഓർമ്മിക്കാൻ കഴിയുന്നു. സ്മൃതിർലബ്ധ, നഷ്ടോ മോഹ സ്മൃതിർലബ്ധ. എങ്ങനെ? ത്വത്പ്രസാദാത്മയാച്യുത, അച്യുത, അങ്ങ് 18 അധ്യായങ്ങളിൽ കൂടി ആ സത്യം എനിക്ക് ആവർത്തിച്ച് പറഞ്ഞു തന്നതുകൊണ്ട് അങ്ങയുടെ പ്രസാദം നിമിത്തം എനിക്ക് മോഹം നഷ്ടമായി. ഇന്ദ്രിയങ്ങൾ കാണിക്കുന്ന ജഡവിഷയങ്ങൾ സത്യമെന്നുള്ള ചിന്ത നഷ്ടമായി. സ്മൃതിർലബ്ധ, എല്ലാം ഒരേ ബ്രഹ്മമാണെന്നുള്ള സത്യം ഏതാണ്ട് വിട്ടുപോകാതെ ഓർമ്മിക്കാൻ കഴിയുന്നു. അതങ്ങോട്ട് ഉറപ്പായില്ല അനുഭവത്തിൽ. സ്ഥിതോസ്മി ഗത സന്ദേഹ, എനിക്കിപ്പോ സംശയമേ ഇല്ല. കരിഷ്യെ വചനം തവ, ഞാൻ അങ്ങയുടെ വാക്കുകൾ അനുസരിക്കും എന്നാണ് അർജുനൻ പോലും ഈ പറയുന്നത്. അക്കാര്യമാണ് ഗുരുദേവൻ ഓർമ്മിപ്പിക്കുന്നത്. പ്രതി വിഷയം പ്രതി ബന്ധമേറിമേ ഉന്നതിനെ, കടുത്ത ബന്ധമാണ്. മരിക്കാൻ കിടന്ന് പിടഞ്ഞാലും പുറത്തുള്ള ബന്ധങ്ങൾ വിടാൻ കഴിയുന്നില്ല. അപ്പോൾ ആ ബന്ധങ്ങളുമായിട്ട് സൂക്ഷ്മ ശരീരം ഇവിടുന്ന് പോവും, അന്ധകരണം. അത് വീണ്ടും അത്തരം ബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തിരിച്ചു വരും. ഇത് എത്ര കാലം? അതിനുവേണ്ടിയാണ് ഈ ദുഃഖം മുഴുവൻ അനുഭവിക്കുന്നത്. നേരെ മറിച്ച് ആ ബന്ധങ്ങൾക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്യാൻ ക്രമേണ ശുദ്ധമായ സുഖം, ബ്രഹ്മസുഖം അനുഭവിക്കാം. ഒടുവിൽ സർവം ബ്രഹ്മമയം എന്നുറപ്പിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് ഉറപ്പിച്ചു കൊടുത്തുകൊണ്ടും ഈ ശരീരം വിടുകയും ചെയ്യാം. അതാരും ഇഷ്ടപ്പെടുന്നില്ല.
ഗുരുദേവൻ അത് ഓർമ്മിപ്പിക്കുന്നു. പ്രതിവിഷയം പ്രതി ബന്ധമേറിമേവുന്നതിനെ നിജസ്മൃതി, ആത്മസ്മൃതി, ബ്രഹ്മസ്മൃതി മാത്രമേ നിരാകരിക്കൂ, അതിനെ മാറ്റിത്തരൂ. അങ്ങനെ എല്ലാം ബ്രഹ്മമാണെന്നുറച്ച് ചിന്ത ചെയ്താൽ ആകെ കൂടിയുള്ള സത്യം തെളിയുമോ ഗുരുദേവ? ഒരു സംശയവും വേണ്ട. നിയമമാണത്. നിങ്ങളങ്ങനെ അഭ്യസിക്കുമോ ആ സത്യം തെളിയും. അതിവിശദ സ്മൃതിയാൽ എന്ന് പറഞ്ഞാൽ വിട്ടുപോകാതെ എല്ലാ നിമിഷവും നാരദനും മറ്റും നിൽക്കും പോലെ നിമേഷാർത്ഥം അതിഷ്ഠന്തി വൃത്തിം ബ്രഹ്മമയും വിന. അരനിമിഷം പോലും ഇതൊക്കെ ബ്രഹ്മമാണ് എന്ന ചിന്ത വിട്ടുനിൽക്കുന്നില്ല നാരദാദി മുനിമാരും മറ്റും എന്നാണ് ശ്രീ ശങ്കര ഭഗവത്പാദർ പറയുന്നത്. അപ്പോ അതിവിശദ സ്മൃതിയാൽ അങ്ങനെ ആ സ്മൃതി അതിവിശദമാക്കുമെങ്കിൽ, വിട്ടുപോകാതെ അഭ്യസിക്കുമെങ്കിൽ അതീത വിദ്യാനിധി തെളിയുന്നു. അതീത വിദ്യാനിധി, വിദ്യയെപ്പോലും കടന്നു നിൽക്കുന്ന വിദ്യ എന്ന് പറയുന്നത് ഒരു മാർഗമാണ്. ആ സത്യം അനുഭവിക്കാനുള്ള മാർഗം. ഇങ്ങനെ അഭ്യസിക്കുന്നു. അഭ്യാസകാലമാണ് വിദ്യ. ആ അഭ്യാസം തീർന്നാൽ തെളിയുന്ന അതീത വിദ്യാനിധി ബ്രഹ്മം, പരമാത്മാവ് തെളിയുന്നു. അതിനില്ല നീതിഹാനി. ഇന്നുവരെ ആ നിയമത്തിന് ഭംഗം വന്നിട്ടില്ല. ആരാണോ ഇങ്ങനെ ഗംഭീരമായി ആ സത്യത്തെ ഒരിക്കലും വിട്ടുപോകാതെ അഭ്യസിച്ചുറപ്പിക്കുന്നത്, അവർക്ക് ആ സത്യം തെളിയുന്നു. മറ്റെല്ലാം നഷ്ടപ്പെടുന്നു. നേരെമറിച്ച് ഇന്ദ്രിയ വിഷയങ്ങളാണ് സത്യമെന്ന് കരുതി അവയുടെ പിന്നാലെ പോവുകയാണെങ്കിൽ സ്വന്തം ശരീരം ഉൾപ്പെടെ എല്ലാം നഷ്ടപ്പെടുന്നു. എത്രയെത്ര ചക്രവർത്തിമാർ, എത്രയെത്ര ഭരണകർത്താക്കൾ, എത്രയെത്ര കോടീശ്വരന്മാർ വന്നു പോയി. അവർക്ക് എന്ത് കിട്ടി? ഒരു കഥയുണ്ട്. പണ്ട് ഒരു രാജാവിന്റെ കാലത്ത് മുഞ്ചൻ എന്ന് പറയുന്ന രാജാവ്, ചക്രവർത്തി, അദ്ദേഹത്തിന്റെ ബന്ധുവായ ഒരു കുട്ടി ഭാവിയിൽ രാജാവായേക്കും എന്ന് ജ്യോത്സ്യന്മാർ പ്രവചിച്ചു. അദ്ദേഹത്തിനാകെ അമ്പരപ്പായി. അദ്ദേഹം ചെയ്തു ആ കുട്ടിയെ കാട്ടിൽ കൊണ്ടുപോയി കൊല്ലാൻ ഭൃത്യന്മാരെ കയ്യിൽ കൊടുത്തയച്ചു. ഭൃത്യന്മാരെ കൊണ്ടുപോയി ഏതോ ഒരു മൃഗത്തെ കൊന്ന് അതിന്റെ രക്തമൊക്കെ വാളിൽ പുരട്ടിയിട്ട് ആ കുഞ്ഞിനെ കൊന്നു എന്ന് പറഞ്ഞ് രാജാവിനെ അല്പം കളിപ്പിച്ചു. കുഞ്ഞിനെ അവർ കൊന്നില്ല. പക്ഷെ ആ കുട്ടിക്കാലത്ത് തന്നെ നല്ല പ്രതിഭാശാലിയായിരുന്ന കുട്ടി രാജാവിനൊരു എഴുത്തെഴുതി കൊടുത്തയച്ചു എന്നാണ്. പ്രസിദ്ധമായ ഒരു എഴുത്താണ്. അല്ലയോ രാജാവേ, അങ്ങ് ചെയ്തത് നന്നായി. അതായത് എന്നെ കൊന്നാൽ അങ്ങേക്ക് രക്ഷപ്പെടാം. ഇവിടുന്ന് പോകുമ്പോൾ ഈ ഭൂമിയെ കൂടെ ചിലപ്പോൾ കൊണ്ടുപോകാൻ സാധിച്ചേക്കും എന്ന് കരുതിയാണല്ലോ അങ്ങനെ കൊല്ലാം എന്ന് തീരുമാനിച്ചത്. അത് നന്നായി. മാന്ധാതാച മഹീപതി കൃതയുഗാലങ്കാരഭൂതോ ഗതഃ. അല്ലയോ രാജാവേ, കൃതയുഗത്തിൽ നാട്ടിൽ മുഴുവൻ പ്രസിദ്ധി നേടിയ ധർമ്മനിഷ്ഠനായ ചക്രവർത്തിയായിരുന്നു മാന്ധാതാവ്. അദ്ദേഹം കടന്നുപോയി. ഇപ്പോൾ അദ്ദേഹം ഇല്ല. പക്ഷെ ഭൂമി അദ്ദേഹത്തിന്റെ കൂടെ പോയതായിട്ട് അറിയുന്നില്ല. മാന്ധാവാച മഹീപതി കൃതയുഗാലങ്കാരഭൂതോ ഗതഃ സേതുർവിയേന മഹോദഥോ വിരചിത ക്വാസൗ ദശാസ്യന്തകഃ. ഈ മഹാസമുദ്രത്തിന് കുറുക്കെ അണകെട്ടി അപ്പുറത്ത് കടന്ന ആ ദശാസ്യാന്തകൻ, രാവണാന്തകനായ രാമൻ രാജാവേ, ഇന്നിവിടെ അദ്ദേഹം പോയി. അദ്ദേഹം ഇപ്പൊ ഇവിടെ ഒന്നുമില്ല. പിന്നെ
എല്ലാരും പോകുന്നു, പോയാൽ പിന്നെ ഇവിടെ ഒന്നുമില്ല, ആളുകൾ ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറയുന്നു. വെറും മായ. അന്യേജാപി യുധിഷ്ഠിര പ്രഭൃതയോ യാഥാ ദിവം ഭൂപത്തെ. അല്ലയോ രാജാവേ, വേറെ ധർമ്മനിഷ്ഠരായി കണക്കാക്കപ്പെട്ടിരുന്ന ധർമ്മപുത്രർ, അദ്ദേഹത്തിന്റെ അനുചരന്മാർ തുടങ്ങിയ മഹാരഥന്മാരായ രാജാക്കന്മാർ ഒക്കെ പോയി. രാജാവേ, അവരൊക്കെ പോയി. പ്രയാത പാംസുവൻ ഭൂപാഹ, ചക്രവർത്തിമാർ വെറും പൊടിപടലങ്ങൾ പോലെ കടന്നുപോയി. നൈകേനാപി ഗതാസമം വസുമതി. രാജാവേ, ഒരൊറ്റ ഒരുത്തരുടെ കൂടെയും ഭൂമി പോയില്ല. അവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, എന്റെ ഭൂമി ഞാൻ വിടില്ല, അതിനുവേണ്ടി ഞാൻ യുദ്ധം ചെയ്യും. എന്നുവെച്ചാൽ നമ്മളിവിടെ കൊച്ചു കൊച്ചു 2 സെന്റിനും 3 സെന്റിനും യുദ്ധം ചെയ്യുമ്പോലെ തന്നെയാണ് ഓരോരുത്തരുടെയും ഭൂമിക്ക് വേണ്ടി ഭരണാധികാരികൾ യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ ആ ഭൂമി ഒരൊറ്റ മനുഷ്യരുടെയും കൂടെ പോയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് മുഞ്ചത്വയാസ്യസി, അല്ലയോ മുഞ്ചരാജാവേ, അങ്ങയുടെ കൂടെ ഈ ഭൂമി മിക്കവാറും വന്നേക്കും എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എന്നെ കൊല്ലാൻ അങ്ങ് തീരുമാനിച്ചത് വളരെ നന്നായി എന്ന് കാണിച്ച് ഒരെഴുത്ത് രാജാവിന് എഴുതി കൊടുത്തയച്ച്, മാന്ധാതാച മഹീപതി കൃതയുഗാലങ്കാരഭൂതോഗത സേതുർയേന മഹോദഥോ വിരചിത ക്വാസോ ദശാസ്യാന്തക. ആ ദശാസ്യാന്തകൻ ഇപ്പോഴെവിടെ? അന്യേചാപി യുധിഷ്ഠിര പ്രഭൃതയോ യാഥാ ദിവം ഭൂപത്തെ. ഭൂപത്തെ ധർമ്മപുത്രരുമൊക്കെ പോയി. നൈകേനാപി ഗത സമം വസുമതി. ഭൂമി ആരുടെ കൂടി പോയില്ല. മുഞ്ച ത്വയാസ്യസി, ചിലപ്പോ യാസ്യത്തി, ചിലപ്പോ നിന്റെ കൂടെ ഭൂമി വന്നേക്കാനിടയുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഈ ശ്ലോകം വായിക്കുമ്പോ മാന്ധാതാവും ഒക്കെ ഇരിക്കട്ടെ, ഇപ്പൊ നമ്മുടെ അടുത്ത കാലത്തെ രാഷ്ട്രീയത്തിൽ അതിഗംഭീരന്മാർ, അവരെ ആരും മോശപ്പെടുത്തി കാണിക്കുകയല്ല. എവിടെ അവരൊക്കെ? ഗാന്ധിജയൻ, പണ്ഡിറ്റ് നെഹ്റു, വല്ലഭായ് പട്ടേൽ, രാജേന്ദ്ര പ്രസാദ്, മൗലാന ആസാദ്, ആ ഒക്കെ വലിയ ഗംഭീരന്മാർ. എവിടെ ഇപ്പോ? അതിനെന്താ സാറേ എവിടെ? അതിനെന്താ, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളും പോവും, അവരെ പോലെ തന്നെ എല്ലാവരും പോവും. പക്ഷെ പോകുന്നതിന് മുൻപ് മറ്റെന്തിനേക്കാളും അധികം ഈ സത്യത്തെ കൂടെ അറിഞ്ഞുകൊണ്ട് പോവുക. മറ്റൊക്കെ ഇരുന്നോട്ടെ, ഓരോരുത്തരുടെ രാജ്യഭരണവും അതൊന്നും വേണ്ടെന്നതിനർത്ഥമില്ല. നമുക്കതൊക്കെ കിട്ടിയാൽ നമുക്കും വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം. പക്ഷെ ഈ സത്യം കൂടെ അറിഞ്ഞില്ലെങ്കിൽ ഒരു പണ്ഡിറ്റ് നെഹ്റുവും രക്ഷപ്പെടില്ല. ഒടുവിൽ കാണാം പണ്ഡിറ്റ് നെഹ്റു ആകെ തളർന്ന് ആ ചൈന ആക്രമണത്തോടുകൂടി പിടിച്ചളക്കാൻ പിന്നെ ഒരാൾ വേണം, തനിയെ എണീക്കാൻ പോലും വയ്യാത്ത വിധത്തിൽ ആകെ തളർന്ന ധീരനായ ഗംഭീരനായ ആ പടയാളി തളർന്ന് ജീവിതം വെടിഞ്ഞതായിട്ടാണ് അന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് ഒരു ധൈര്യമൊക്കെ പോയി, ഗാംഭീര്യമൊക്കെ പോയി എന്ന് പറഞ്ഞാൽ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ഈ സത്യബോധമില്ലയോ ആരുടെ ഗാംഭീര്യവും ഇപ്പൊ പോവും അവസാനം. നേരെ മറിച്ച് വിനോബാ ഭാവെ, അദ്ദേഹത്തിന്റെ ഗാംഭീര്യം അത്ര പോയില്ല. അദ്ദേഹം 5 ദിവസം വെള്ളം പോലും കുടിക്കാതെ 4-5 ദിവസം ഇരുന്ന് ശരീരം അങ്ങ് ഉപേക്ഷിച്ചു. ഇന്ദിരാഗാന്ധിയും മറ്റും പോയി താണ് വീണപേക്ഷിച്ചു വെള്ളം കുടിക്കാൻ. അദ്ദേഹം സന്തോഷപൂർവ്വം പറഞ്ഞു, ഞാൻ ഇനി എന്തിനാ വെള്ളം കുടിക്കുന്നത്? ഈ ശരീരം കൊണ്ടിനിയിപ്പോ വിശേഷിച്ചൊന്നും സാധ്യമല്ല, അതുകൊണ്ട് വെള്ളം കുടിക്കുന്നില്ല. അദ്ദേഹം ഗീതയൊക്കെ നല്ല വായിച്ചും വേദാന്തമൊക്കെ പഠിച്ചും ആധ്യാത്മികത്വം നല്ല ഉറച്ച ആളായിരുന്നു വിനോബാജി. ഇതൊക്കെ
ആധുനിക കാലത്ത് പോലും ഈ രണ്ട് തലത്തിലും ധാരാളം ആളുകളെ കാണാറുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും വിഷയബന്ധം, സംഘം, എന്റെ രാജ്യം, എന്റെ കുടുംബം, എന്റെ വീട്, ഇതൊക്കെ മാറണമെങ്കിൽ നല്ലൊരാളത്ത് തന്നെ വീടും കുടുംബവും രാജ്യവും ഒക്കെ ബ്രഹ്മം, ഒരേ ഈശ്വര തത്വം, ഈശാവാസ്യമിതം സർവം എന്നുറപ്പിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവൂ. പ്രതിവിഷയം പ്രതി ബന്ധമേറിമേകുന്നതിനെ നിജസ്മൃതിയെ നിരാകരിക്കൂ. അതിവിശദ സ്മൃതിയാൽ അതീത വിദ്യാനിധി തെളിയുന്നു. വിശദമായി ഇടതടവില്ലാതെ ഈ സ്മരണ അഭ്യസിക്കാമെങ്കിൽ അതീത വിദ്യാനിധി തെളിയുന്നു. വിദ്യയ്ക്കപ്പുറം നിൽക്കുന്ന ആ പരമസത്യം സൂര്യതുല്യം തെളിഞ്ഞ് അനുഭവപ്പെടുന്നു. അങ്ങനെയാണോ? അപ്പോൾ ഈ ലോകം ആ സത്യത്തിലുള്ള ചില തോന്നലുകളാണല്ലോ. ഈ ലോകത്തെക്കുറിച്ചൊക്കെ ആ സത്യത്തെ അന്വേഷിക്കുന്ന ആളിന് അറിയാൻ കഴിയുമോ? സകലതും ഈ ലോകത്തിലുള്ള ഓരോ ശക്തിസ്പന്ദനത്തെക്കുറിച്ചും ആ സത്യദർശിക്ക് വേണമെങ്കിൽ അറിയാൻ പറ്റും. പക്ഷെ പലരും സത്യത്തെ അന്വേഷിക്കുന്നവർ പുറമേയുള്ള ഈ ജഡവിഷയങ്ങളുടെ അറിവിനെ അത്ര കണക്കാക്കാറേയില്ല. ഒരു കുറി നാം അറിയാത്തതൊന്നുമിങ്ങില്ല, ഒരു മറവാലറിവിയില്ല, ഉണർന്നിതെല്ലാം അറിവരില്ല, അതിരറ്റതാകയാൽ ഈ അരുമയെ ആരറിയുന്നഹോ വിചിത്രം. ഗുരുദേവന്റെ ആത്മോപദേശ ശതക ശ്ലോകങ്ങൾ അത്യന്തം ലളിതവും അതേ അവസരത്തിൽ അതിഗംഭീരമായ വേദാന്ത തത്വം നമുക്ക് കാട്ടിത്തരുന്നവയുമാണ്. ഒരു കുറി നാം അറിയാത്തതൊന്നുമില്ല. ഒരു കുറി, ഒരു പ്രാവശ്യം നമുക്കറിയാൻ കഴിയാത്തതായി, അറിയാത്തതായി എന്ന് പറഞ്ഞാൽ അറിയാൻ കഴിയാത്തതായി, ഒരു സത്യാന്വേഷിക്ക് അറിയാൻ കഴിയാത്തതായി ഒരു കുറി നാം അറിയാത്തത് ഒന്നുമില്ല. ഈ ജഗത്തിൽ ഒന്നുമില്ല. ഏത് ഭൗതിക വിഷയത്തെക്കുറിച്ചും അറിയാം വേണമെങ്കിൽ. പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ സിദ്ധിപാദം എന്നൊരു പാദമുണ്ട്. ലോകത്തുള്ള ഏത് കാര്യവും അറിയാനുള്ള ചില മനസ്സിന്റെ സംയമങ്ങൾ, ചില മനസ്സിന്റെ സമാധി പരിശീലനങ്ങൾ അദ്ദേഹം അതിൽ വിവരിക്കുന്നുണ്ട്. സൂര്യേ സംയമാത് ഭുവനജ്ഞാനം. മനസ്സിനെ ഏകാന്തമായി സൂര്യനിൽ സംയമിച്ചാൽ ഭുവനജ്ഞാനം, സകല പ്രപഞ്ചഘടകങ്ങളെയും കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭ്യമാവും. ഞാൻ പണ്ട് വിചാരിച്ചിട്ടുണ്ട്, ഇന്നത്തെ ഉപകരണങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഈ ഇന്ത്യയിൽ ഗ്രഹണവും മറ്റും അതിസൂക്ഷ്മമായി കണക്കുകൂട്ടി ഇന്നപ്പോൾ സംഭവിക്കും, ഇത്ര നിമിഷത്തിനകം സംഭവിക്കും എന്ന് നമ്മുടെ ജ്യോത്സ്യന്മാരും മറ്റും പറയുമായിരുന്നു. ഇന്ന് അതും പോയി. ഇന്ന് സൂക്ഷ്മങ്ങളായ ഉപകരണങ്ങളുണ്ട്. എങ്കിലും എല്ലാറ്റിനെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസമാണ്. ഒരു മാസത്തിന് തന്നെ 30 ദിവസമുണ്ടോ 31 ദിവസമുണ്ടോ, ചിലയിടത്തൊക്കെ 30 ദിവസം, ചിലയിടത്തൊക്കെ 31 ദിവസം, ഇങ്ങനെയൊക്കെ മാറിപ്പോയിരിക്കുന്നു. ഇന്നും അതിസൂക്ഷ്മമായ ഉപകരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്നിങ്ങനെയൊന്നുമില്ല. കുറെ കാലം മുമ്പ് വരെ ഞാൻ അന്ന് വിചാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ സാധിച്ചു. ഗ്രഹണമൊക്കെ, സൂര്യനിൽ ഗ്രഹണം സംഭവിക്കുന്നത് വിനായിക സഹിതം കൃത്യമായി നമ്മുടെ പഞ്ചാംഗങ്ങൾ ഗണിച്ച് നിശ്ചയിച്ചിരുന്നു. അപ്പോൾ അത് ഏതോ കാലത്ത് അത് കണ്ട് അതിന്റെ കണക്കുകളെല്ലാം വളരെ വ്യക്തമായി ആരോ കണക്കുകൂട്ടി പ്രചരിപ്പിച്ചിരുന്നു. അങ്ങനെ ആയിരിക്കണം ഇത് വന്നു ചേരുന്നത്. അല്ലെങ്കിൽ എങ്ങനെ സാധിക്കും?
ഈ ലോകത്തുള്ള എന്തും നിങ്ങൾക്ക് കാണണമെന്നുണ്ടോ കാണാം, എന്തും സാധിക്കണമെന്നുണ്ടോ സാധിക്കാം. പക്ഷെ അതിനൊക്കെ പ്രത്യേക തരം ചില സമാധ്യാഭ്യാസങ്ങളുണ്ട്. ആ അഭ്യാസങ്ങൾ പ്രത്യേകം ശീലിക്കണം. ചില ബ്രഹ്മനിഷ്ഠന്മാർക്ക് അതൊന്നും ശീലിക്കാതെ തന്നെ അണിമാതി സിദ്ധികളൊക്കെ വന്നു ചേരും. ശരീരത്തെ ചെറുതാക്കണോ ചെറുതാക്കാം, ശരീരത്തെ പർവ്വതം പോലെ മഹത്താക്കണോ മഹത്താക്കാം. ഹനുമാനും മറ്റും ലങ്കയിലേക്ക് ചാടിയപ്പോൾ ശരീരത്തെ അതിമഹത്താക്കി മാറ്റി, അതിലഘുവാക്കി മാറ്റി എന്നൊക്കെ രാമായണം പറയാറുണ്ട്. നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകും, ഇതൊക്കെ സാധിച്ചതാണോ? എന്തും സാധിക്കാം. കാരണം എന്തും ഈ സത്യത്തിൽ നടക്കുന്ന കളികളാണ്. അപ്പോൾ ഈ സത്യത്തെ ഒരു പ്രത്യേക രീതിയിൽ സംയമനം ചെയ്ത് മനസ്സേകാഗ്രപ്പെടുത്തിയാൽ ഏത് സിദ്ധിയും, ആകാശഗമന സിദ്ധിയും, ഇതൊക്കെ വാസിഷ്ഠത്തിൽ തന്നെ വിവരിക്കുന്നുണ്ട്. ആകാശഗമന സിദ്ധി നേടാനുള്ള അഭ്യാസം. ഇവിടെ ഇരിക്കുന്നു, പെട്ടെന്ന് ആകാശത്തിൽ കൂടി മദ്രാസിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ എത്തുന്നു നിമിഷം കൊണ്ട്. അതിന് പ്രത്യേക തരം ചില അഭ്യാസങ്ങളുണ്ട്. ആ അഭ്യാസങ്ങൾ ശീലിക്കാമെങ്കിൽ ആർക്കും അത് സാധിക്കും. ലോകത്തുള്ള ഏത് ഘടകത്തെയും, ഇപ്പോ ചൊവ്വായിൽ പോകാൻ ശാസ്ത്രജ്ഞൻ ശ്രമിക്കുന്നു. ഇവിടെ ഇരുന്നുകൊണ്ട് ചൊവ്വായുടെ രഹസ്യങ്ങൾ പിടിച്ചെടുക്കണം എന്ന് വെച്ചാൽ ചൊവ്വായ കേന്ദ്രമാക്കിക്കൊണ്ട് സൂര്യനെ കേന്ദ്രമാക്കി മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിയാൽ ലോകത്തെക്കുറിച്ച് മുഴുവൻ അറിവുണ്ടാവും. അതുപോലെ ചൊവ്വയെ കേന്ദ്രമാക്കി മനസ്സിനെ സംയമിച്ചാൽ ചൊവ്വയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം, ഭൗതിക തലത്തിലുള്ള വിവരം ഒരാൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടില്ല. അതുപോലെ ഏത് കഴിവും, അണിമ, മഹിമ, ലഘിമ, ഗരിമ തുടങ്ങിയ അഷ്ടൈശ്വര്യങ്ങളൊക്കെ പ്രത്യേകതരം സിദ്ധികൾ, ചില സാധനകൾ പ്രത്യേകം അഭ്യസിച്ചാൽ ആർക്കും നേടിയെടുക്കാം. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഋഷഭ ചക്രവർത്തി അദ്ദേഹം ബ്രഹ്മനിഷ്ഠനായി, അദ്ദേഹത്തെ അണിമാതി സിദ്ധികൾ അദ്ദേഹത്തിന്റെ സമീപത്തെത്തി ഞങ്ങളെ അംഗീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. പക്ഷെ അദ്ദേഹം തിരിഞ്ഞുപോലും നോക്കിയില്ല. കാരണം നിങ്ങളെ കൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല. ഇപ്പൊ ആകാശഗമന സിദ്ധി, പെട്ടെന്ന് ഇവിടുന്ന് മദ്രാസിൽ പോവാം. അതുകൊണ്ട് ഇപ്പൊ ജീവിതം എങ്ങനെ സഫലമാകുന്നത്? ഇതുപോലെ ഏത് സിദ്ധി കൊണ്ടാണ് ജീവിതം സഫലമാവുക? പരമസത്യത്തെ അറിയുന്നതിൽ കവിഞ്ഞൊരു സിദ്ധി കൊണ്ടും ജീവിതം സഫലമാവില്ല. ചൊവ്വായെക്കുറിച്ച് വ്യക്തമായ അറിവ് കിട്ടി, ജീവിതം സഫലമായോ? ഒരിക്കലും സാധ്യമല്ല. ജീവിതം കുറെ കൂടെ കുഴഞ്ഞു മറിഞ്ഞു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഋഷഭൻ അണിമാതി സിദ്ധികളുടെ നേർക്ക് തിരിഞ്ഞു നോക്കി പോലുമില്ല, പുറകെ നടക്കുകയാണ് എന്നാണ് ഭാഗവതം പറയുന്നത്. അപ്പൊ പരീക്ഷിത്ത് ശുകനോട് ചോദിച്ചു, ഋഷഭൻ ചക്രവർത്തിയല്ലേ? അല്ല, ഋഷഭൻ പൂർണ്ണ ബ്രഹ്മനിഷ്ഠനല്ലേ? അദ്ദേഹത്തിന് ഒന്ന് തിരിഞ്ഞു നോക്കി ഈ അണിമാതി സിദ്ധികളിൽ ചിലതിനെ അംഗീകരിച്ചാൽ എന്താ ദോഷം? അതല്ല ശുഗന്റെ മറുപടി. ദോഷമൊന്നുമില്ല. പക്ഷെ എന്തിനംഗീകരിക്കണം? എന്തിനംഗീകരിക്കണം? അതിൽ നിന്ന് എന്ത് കിട്ടാം? സദാ ആനന്ദത്തിൽ മുഴുകി യാതൊരു അതിരുമില്ലാത്ത തൃപ്തി ജീവിതത്തിൽ അനുഭവിക്കുന്ന, ഞാൻ ധന്യനാണ്, ധന്യനാണ്, ഞാൻ ആനന്ദസ്വരൂപനാണ് എന്നനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നെ ഈ ഏതെങ്കിലും സിദ്ധികളിൽ നിന്ന് എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടാനില്ല. അതുകൊണ്ടാണ് വാസിഷ്ഠവും മറ്റും പറയുന്നത്, ഒരു ബ്രഹ്മനിഷ്ഠന് തൃണം ത്രിഭുവനം രാമ, ഈ ത്രിഭുവനം വെറും തൃണം, അത്രയേ ഉള്ളൂ, അതിൽ കവിഞ്ഞൊന്നുമില്ല. അതാണ്. അപ്പോ എന്തറിവും
ഒരാൾക്ക് വേണമെങ്കിൽ ഈ ആധ്യാത്മിക തലത്തിൽ നേടാം. പക്ഷെ ഒന്ന് ഓർമ്മിച്ചോളണം, ഇന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവ് നേടാൻ ഉള്ള സാധനകളിലേക്ക് മനസ്സിനെ തിരിച്ചുവിട്ടാൽ ചിലപ്പോ ആത്മാനുഭവത്തിന് അത് തടസ്സമായിത്തീരും. നിശ്ചയമായും ആത്മാനുഭവം വളരെ കാലത്തേക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഗുരുദേവനും ചട്ടമ്പിസ്വാമി തിരുവടികൾക്കുമൊക്കെ പല അത്ഭുതകരങ്ങളായ സിദ്ധികളും ഉണ്ടായിരുന്നുവെന്നാണ്. അപൂർവം ചിലപ്പോഴൊക്കെ അത് അവർ കാണിച്ചിട്ടുമുണ്ട്. അവർ പ്രത്യേകം സാധനകൾ ശീലിച്ചിട്ടല്ല, ബ്രഹ്മനിഷ്ഠ ശീലിച്ചതിന്റെ ഇടയ്ക്ക് വന്നു ചേർന്ന സിദ്ധികളാണ്. പക്ഷെ അവരത് ആവർത്തിച്ച് കാണിക്കാനോ ജനങ്ങളെ അത്ഭുതപ്പെടുത്താനോ ഒന്നും ഒരിക്കലും കൂട്ടാക്കിയിട്ടില്ല. അവയുടെ നേർക്ക് കാര്യമായി തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നയാൾ മറ്റൊന്നിന്റെ നേരെയും ഒരിക്കലും തിരിഞ്ഞു നോക്കാറില്ല. അതിന്റെ ആവശ്യമില്ല. സിദ്ധികൾ നേടുന്നത് പോലും സുഖം കിട്ടാനാണ്. ആ സുഖം പൂർണ്ണമായി ശുദ്ധമായി ഒരതിരുമില്ലാതെ കിട്ടുമെന്നിരിക്കെ ഒരു ജീവൻ മുക്തൻ എന്തിനാണ് ഈ സിദ്ധികളുടെ പുറകെ പോകുന്നത്? അവ ഇങ്ങോട്ട് വന്ന് ആശ്രയിച്ചാൽ പോലും ജീവൻ മുക്തൻ അങ്ങോട്ട് അവയെ അംഗീകരിക്കുകയില്ല. അംഗീകരിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല. അപ്പോ ഗുരുദേവന് ആ ഒരു ആധ്യാത്മിക രഹസ്യം നമ്മളോട് പറയുന്നുവെന്നേ ഉള്ളൂ. ഒരു കുറി നാം അറിയാത്തതൊന്നുമില്ല. ഒരു രീതിയിൽ ഒരു സത്യാന്വേഷിക്ക് അറിയാൻ കഴിയാത്ത യാതൊന്നും ഇവിടില്ല. യാതൊന്നും എന്ന് മാത്രമല്ല, ബ്രഹ്മത്തെ അറിഞ്ഞാൽ ഉപനിഷത്ത് പറയുന്നത് എന്താ? എല്ലാം അറിഞ്ഞു. ഏകവിജ്ഞാനേന സർവവിജ്ഞാനം. ബ്രഹ്മത്തെ അറിഞ്ഞു, എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. കാരണം എല്ലാം ബ്രഹ്മം. പുറമേ കാണുന്നത് വെറും നാമരൂപങ്ങൾ. ഇനി എന്താ കൂടുതൽ അറിയാൻ? ആ നിലയിലും ഒരു കുറി നാം അറിയാത്തതൊന്നുമില്ല. ഒന്നും ഇവിടെ ഇല്ല. പിന്നെയോ എന്താ? ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഏന അശ്രുതം ശ്രുതം ഭവതി, ഏന അമതം മതം ഭവതി, ഏന അവിജ്ഞാതം വിജ്ഞാതം ഭവതി എന്നാണ് ഉപനിഷത്തുക്കൾ ഘോഷിക്കുന്നത്. കേൾക്കാത്തതൊക്കെ കേട്ടതാവും, മനനം ചെയ്യപ്പെടാത്തതൊക്കെ മനനം ചെയ്യപ്പെട്ടതാവും, അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്തതൊക്കെ അനുഭവിച്ചറിഞ്ഞതായിത്തീരും. എപ്പോ? ബ്രഹ്മാനുഭവത്തിന്റെ പൂർണ്ണതയോടുകൂടി. ഇതൊക്കെ കേൾക്കുമ്പോ ബ്രഹ്മാനുഭവം, ഇങ്ങനെയുള്ള ബ്രഹ്മാനുഭവം നമുക്ക് പറ്റുമോ? നമുക്ക് അത്യന്തം ലളിതമായി പറ്റുമെന്നല്ലേ ഗുരുദേവൻ പറയുന്നത്? സമയെ ആശ്രയിച്ചുകൊണ്ട് ഏത് വസ്തുവും ബ്രഹ്മം 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 എന്ന് കാണൂ. ഇത് ബ്രഹ്മം, ഈ കുടം ബ്രഹ്മം, ഈ കലം ബ്രഹ്മം, ഈ അമീബ ബ്രഹ്മം, ഈ സൂര്യൻ ബ്രഹ്മം എന്ന് സമതൻ വിശേഷം ഏകം. ആ ഏക വിശേഷത്തിൽ മനസ്സിനെ പറ്റിച്ചു നിർത്തൂ. എല്ലാം സാധ്യമാവും. എല്ലാം കുറച്ചുനാൾ അത് അഭ്യസിച്ചാൽ. ഒരു കുറി നാം അറിയാത്തതൊന്നുമില്ല. പിന്നെന്താ? സാധാരണക്കാരറിയാത്തത് ഒരു മറവാലറിയില്ല. മായ മറച്ചിരിക്കുന്നു. മായ എല്ലായിടത്തും മറവുണ്ടാക്കുകയാണ്. ഈ ഇപ്പൊ ചൊവ്വായെക്കുറിച്ചറിയണമെങ്കിൽ ചൊവ്വായിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി സംയമിച്ചാൽ സാധിക്കും. എന്തിനാണ് ഈ ചൊവ്വായിൽ ഏകാഗ്രപ്പെടുത്തി സംയമിക്കുന്നത്? ചൊവ്വയെ മറച്ചിരിക്കുന്ന മായയുടെ മറ മാറ്റാൻ. അത് മാറ്റിയാൽ എല്ലാം എന്നിലാണ്. എനിക്ക് അതിനെക്കുറിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല വേണമെങ്കിൽ. പക്ഷെ തൽക്കാലം ആ മറവ് നിൽക്കുന്നതുകൊണ്ട് അവയെക്കുറിച്ചൊന്നും അറിയാൻ കഴിയുന്നില്ല. ഒരു ബ്രഹ്മനിഷ്ഠന് മറയൊക്കെ മാറി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്നിനെക്കുറിച്ചും അറിയാൻ താല്പര്യമില്ല. സർവം ബ്രഹ്മമയം എന്ന് അദ്ദേഹം അനുഭവിക്കുന്നു. ഇനി എന്തിനെക്കുറിച്ച് അറിയാനാണ്? ഒരു കുറി നാം അറിയാത്തതൊന്നുമില്ല.
ഒരു മറവാൽ അറിവിയില. എന്നാ പിന്നെ ഒരു ബ്രഹ്മനിഷ്ഠൻ ഓരോന്നിനെയും കുറിച്ച് അറിയുന്നുണ്ടോ? ചൊവ്വ ഇങ്ങനെ, അമീബ ഇങ്ങനെ അറിയുന്നുണ്ടോ? ഉണർന്ന് ഇതെല്ലാം അറിയുകയില്ല. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാത്തിനെയും പ്രത്യേകം പ്രത്യേകം അറിയുക എന്ന ഏർപ്പാടേ ഇല്ല. കാരണം ഒരു വിശേഷവുമില്ലേ. പ്രത്യേകം പ്രത്യേകം അറിഞ്ഞിട്ടെന്താ? കുറച്ച് വെള്ളം, കുറച്ച് പഞ്ചഭൂതങ്ങളിൽ ഓരോന്നും കുറേശ്ശെ കുറേശ്ശെ ചേർന്ന് നാമരൂപങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇപ്പൊ തന്നെ ചൊവ്വയിൽ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പോകുന്നു, എന്താ വെള്ളമുണ്ടോ? ഇല്ലയോ? ഇപ്പൊ വെള്ളം ഒരുപാട് ഭൂമിയിലുണ്ടല്ലോ. ഇപ്പൊ കുടിവെള്ളത്തിന് അല്പ പ്രയാസമുണ്ട്, എങ്കിലും ഇവിടെ ഇഷ്ടംപോലെ വെള്ളമുണ്ടല്ലോ. അതന്വേഷിച്ച് ഇപ്പൊ ചൊവ്വായി പോണു. ചൊവ്വായിൽ വെള്ളമുണ്ടെന്നറിഞ്ഞതുകൊണ്ട് എന്ത് സാധിക്കാൻ? ചന്ദ്രനിൽ പോയി കഴിഞ്ഞപ്പോൾ തന്നെ അമേരിക്കയും മറ്റും തീരുമാനിച്ചത് എന്താണെന്നോ? അവിടെ ഒരു പ്രയോജനം, അവിടെ ഒരു യുദ്ധത്താവളം സ്ഥാപിക്കാൻ കഴിയും. ഇതാണ് ചന്ദ്രനിൽ പോയതിന്റെ ഏറ്റവും വലിയ പ്രയോജനം. ഇതൊക്കെ എവിടെയും നടക്കുള്ളൂ. എവിടെ ചെന്നാലും ഇനി കുറെ മനുഷ്യർ ചന്ദ്രനിലോ ചൊവ്വായിലോ ചെന്നാൽ അവിടെ കിടന്ന് അടികൂടും, യാതൊരു സംശയവുമില്ല. അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചത്തും കൊന്നും തന്നെ കഴിഞ്ഞുകൂടും. യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. കാരണം ഭൂമിയിലതാണല്ലോ നടക്കുന്നതിപ്പോ. എവിടെയും വേറെ എന്ത് നടക്കുന്നു ഇവിടെ കാര്യമായി? അതുകൊണ്ട് ഉണർന്ന് ഇതെല്ലാം അറിയുക വരില്ല. ആ സത്യത്തിൽ പൂർണ്ണമായി ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം അറിയുക എന്നുവെച്ചാൽ ഓരോന്നും ഓരോന്നും എണ്ണി എണ്ണി അറിയുക. ചൊവ്വ ഇന്നതാണ്, അമീബ ഇന്നതാണ്, ചന്ദ്രൻ ഇന്നതാണ്, അങ്ങനെ അറിയുന്ന ഏർപ്പാടില്ല. അവർക്കങ്ങനെ അറിയേണ്ട ആവശ്യവുമില്ല. ഒരു വസ്തുവേ ഇവിടെ ഉള്ളൂ. ഏകവിജ്ഞാനേന സർവവിജ്ഞാനം. ആ ഒന്നിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാറ്റിനെയും അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്നിനെയും അറിയാനില്ല. അതുകൊണ്ട് ഒരു മറവാൽ അറിയില്ല. ഉണർന്നിതെല്ലാം അറിയുക വരില്ല. ഇനി ആ ബ്രഹ്മത്തെ മാറി നിന്നറിയുകയാണോ? അല്ല, ബ്രഹ്മത്തെ അങ്ങനെ മാറി നിന്നറിയാൻ പറ്റില്ല. എന്താ കാര്യം? മാറി നിന്നറിയണമെങ്കിൽ രണ്ട് ഘടകം വേണം. ബുദ്ധിയും അറിയപ്പെടുന്ന വസ്തുവും. ബുദ്ധി ബ്രഹ്മത്തിൽ തന്നെയുള്ള വെറും പരിമിതമായ ഒരു ജഡമാണ്. പരിമിതമായ ഈ ജഡത്തിന് അതിരറ്റ ആ സത്യത്തെ മാറി നിന്ന് അങ്ങനെ അറിയാൻ പറ്റില്ല. കുറെയൊക്കെ അറിയാം, നിശ്ചയമായിട്ടും അനന്തമായ സുഖം. ഗീതയിലും പറയുന്നുണ്ട്, ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം, ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാം. ഉപനിഷത്ത് പറയുന്നു, ദൃശ്യത്തെ ത്വഗ്രിയ ബുദ്ധ്യ, അതിസൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് ആ ബ്രഹ്മത്തെ അറിയാൻ പറ്റും. പക്ഷെ പൂർണ്ണമായി അറിയാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? അതിരറ്റതാകയാൽ. അതിനതിരില്ല. ദേശകാല പരിമിതി ഒന്നുമില്ല. അതിനെ എങ്ങനെയാ മാറി നിന്നുകൊണ്ട് പൂർണ്ണമായി അറിയുന്നത്? അതായി തീരൂ. നിങ്ങളതാണ്. ഇപ്പോൾ തന്നെ മറമാറുമ്പോൾ നിങ്ങൾ അതാണെന്ന് ബോധ്യപ്പെടും. പിന്നെ മാറി നിന്ന് അറിയേണ്ട കാര്യമൊന്നുമില്ല. ഭട്ടതിരി പറയും പോലെ സാന്ദ്രാനന്ദാവബോധാത്മകം അവർ ദേശകാലാവധിഭ്യം നിർമുക്തം. ദേശകാല പരിമിതിയൊന്നും ആ സത്യത്തിലില്ല. അഖണ്ഡ ബോധ സത്യം, എങ്ങും നിറഞ്ഞ് വിലസുന്ന സത്യം. അതിനെ മാറി നിന്ന് ബുദ്ധി കൊണ്ട് അറിയുക. പൂർണ്ണമായി കുറെയൊക്കെ അറിയാൻ കഴിയും, പൂർണ്ണമായി അറിയുക എന്ന പ്രശ്നമേ ഇല്ല. കുറെയൊക്കെ അറിഞ്ഞാൽ തന്നെ ബുദ്ധിക്ക് അതിരറ്റ തൃപ്തി, അതിരറ്റ ധന്യത വന്നു ചേരുകയും ചെയ്യും. അതുകൊണ്ട് അറിവരുവരില്ല. അതിരറ്റതാകയാൽ ഈ അരുമയെ എന്ന ഗുരുദേവൻ ആ പരമസത്യത്തിന്റെ ആനന്ദം അനുഭവിച്ചപ്പോ ആ സത്യത്തെ എന്ത് പേര് ചൊല്ലിപ്പറയുന്നു? അരുമ. നമ്മളൊക്കെ പറയാറില്ലേ, എന്റെ അരുമ മകൻ, അല്ലെങ്കിൽ
എൻ്റെ അരുമയായ വസ്തു. അതുപോലാണ് ആ അരുമയെ, ആ ദിവ്യമായ ആനന്ദനിശയെ, അരുമയെ ആരറിയുന്നഹോ മാറി നിന്നുകൊണ്ട് പൂർണ്ണമായി ആർക്കാണ് അറിയാൻ കഴിയുക? അഹോ വിചിത്രം. ആ ജഗദീശ്വരനെക്കുറിച്ച്, ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അത്ഭുതം അത്ഭുതം അത്ഭുതം. ഗീത പറയും പോലെ ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം. ആ സത്യത്തെ ചിലരതിനെ അത്യാശ്ചര്യം പോലെ കണ്ടെത്തുന്നു. വദതി തഥൈവ ചാന്യ. മറ്റൊരാളതിനെക്കുറിച്ച് ആശ്ചര്യം പോലെ പറഞ്ഞു കേൾപ്പിക്കുന്നു. ആശ്ചര്യവച്ചൈന മന്യ ശൃണോതി. വേറൊരാൾ ആശ്ചര്യം എന്ന് തന്നെ ആ സത്യത്തെ കേൾക്കുന്നു. ശ്രുത്വാപ്യേനം വേദന ചെയ്യുക കശ്ചിത്. ഇത്രയൊക്കെ ആയാലും ആ സത്യത്തെ മാറി നിന്നുകൊണ്ട് ആരും പൂർണ്ണമായി അറിയുന്നില്ല. കുറെയൊക്കെ ആ സത്യത്തെ അനുഭവിക്കാം. നമ്മളൊക്കെ അനുഭവിക്കുന്ന സുഖം, ആനന്ദം ഏത് തരത്തിലുള്ളതായാലും ആ ബ്രഹ്മത്തിന്റെ ആനന്ദം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുറെയൊക്കെ ആ സത്യത്തെ മാറി നിന്ന് അനുഭവിക്കാൻ കഴിയുമെന്ന് സ്പഷ്ടം. ഈ ആനന്ദത്തിൽ തന്നെ താരതമ്യമുണ്ടല്ലോ. ചില ആനന്ദങ്ങൾ എല്ലാം മറന്ന് നമ്മൾ അനുഭവിക്കുന്നു. ചിലർ പറയാറില്ലേ, ആ പാട്ട് അരമണിക്കൂർ ആ പാട്ട് കേട്ടിരുന്നു, യാതൊന്നും അറിഞ്ഞില്ല, ആനന്ദത്തിൽ മുഴുകിപ്പോയി. ബ്രഹ്മാനന്ദം തന്നെ. അതുകൊണ്ട് ഒരു കുറി നാം അറിയാത്തതൊന്നുമില്ല, ഒരു മറവാൽ അറിവിയില്ല, ഉണർന്നിതെല്ലാം അറിവ വരില്ല. അതിരറ്റതാകയാൽ ഈ അരുമയെ ആരറിയുന്നഹോ വിചിത്രം. ഇര മുതലായവ എന്നും ഇപ്രകാരം വരും. ഇനിയും വരവറ്റു നിൽപ്പതേകം അറിവതു. നാം അതുതന്നെ, മറ്റുമെല്ലാവരും അതുതൻ വടിവാർന്നു നിന്നിടുന്നു. ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിക്കുന്നിടത്ത് അനുഭവിക്കുന്നവൻ, അനുഭവിക്കപ്പെടുന്ന വസ്തു, ഇങ്ങനെ രണ്ടെണ്ണമുണ്ട്. ഒരു ചക്രവർത്തി രാജ്യം ഭരിക്കുന്നു. ചക്രവർത്തി രാജ്യം ഭരിക്കുന്നയാൾ, രാജ്യം അനുഭവിക്കുന്നയാൾ. ആ രാജ്യം അനുഭവിക്കപ്പെടുന്ന വസ്തു എന്ന് പറഞ്ഞാൽ ചക്രവർത്തി ഭോക്താവ്, രാജ്യം ഭോജ്യം. ഇങ്ങനെ എവിടെയും നമ്മുടെ സുഖാനുഭവങ്ങളിൽ എവിടെയും ഭോജ്യം ഭോക്താവ് രണ്ടെണ്ണമുണ്ട്. എല്ലായിടത്തും പ്രാണൻ മനസ്സ്, പ്രാണൻ ഭോക്താവ്, മനസ്സ് ഭോജ്യം. കാരണം അല്പമൊന്ന് ഏകാഗ്രപ്പെട്ടാൽ ഈ മനസ്സിനെ പ്രാണൻ ഭക്ഷിക്കും, എന്നിട്ട് പ്രാണൻ മാത്രമായി ഉയരും. അതുകൊണ്ട് പ്രാണനെയും മനസ്സിനെയും സംബന്ധിച്ചിടത്തോളം പ്രാണൻ ഭോക്താവ്, മനസ്സ് ഭോജ്യം. ഇനിയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും സംബന്ധിച്ചിടത്തോളം മനസ്സ് ഭോക്താവ്, ഇന്ദ്രിയ വിഷയങ്ങൾ ഭോജ്യം. ഇന്ദ്രിയങ്ങൾ കാണിക്കുന്ന വിഷയങ്ങളെ അനുഭവിക്കുന്നത് മനസ്സാണ്. അല്ല, ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാനുള്ള കഴിവില്ല. നല്ല രൂപം, അല്ലെങ്കിൽ നല്ല ശബ്ദം, ചീത്ത രൂപം, ചീത്ത ശബ്ദം എന്നിങ്ങനെ. അപ്പം മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങൾ, മനസ്സ് ഭോക്താവ്, ഇന്ദ്രിയ വിഷയങ്ങൾ ഭോജ്യം. ഇനി പുറമെ വ്യക്തിയുടെ തലത്തിൽ വന്നാൽ വ്യക്തിക്ക് ഒട്ടേറെ കാര്യം, വ്യക്തി ഭോക്താവ്, ആ ജീവൻ, ഞാൻ ഭോക്താവ്, എനിക്ക് അനുഭവിക്കുവാൻ കുടുംബം, വീട് ഒക്കെ ഞാൻ അനുഭവിക്കുന്ന ഭോജ്യങ്ങളാണ്. ജഡവിഷയങ്ങളൊക്കെ ഇങ്ങനെ തട്ടുതിരിഞ്ഞ് ഭോക്താവും ഭോജ്യവുമായി വർത്തിക്കുന്നു. ഇതിലെ ഭോക്താവും ഭോജ്യവും ഗുരുദേവൻ പറയുന്നു, മായയിൽ ഇങ്ങനെ വന്നും പോയും ഇരിക്കും. എല്ലാ കാലത്തും ഭോജ്യം വരും, ഭോക്താവ് ഉണ്ടാവും. ഭോക്താവ് വരും, ഭോജ്യമുണ്ടാവും. ഭുജിക്കപ്പെടും, കുറെ നാൾ ഭുജിച്ചിട്ടില്ലാതാകും.
വീണ്ടും ഉണ്ടാവും. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് ഈ ഭോജ്യങ്ങളും ഭോക്താക്കന്മാരും വന്നും പോയും ഇരിക്കുമ്പോഴൊക്കെ വരാതെയും പോകാതെയും സ്ഥിരമായി നിശ്ചലമായി നിൽക്കുന്ന ഒരു സത്യമുണ്ട്. അതാണ് സത്യം. അത് വരുന്നില്ല, അത് പോകുന്നില്ല. ആ സത്യം എന്താണ്? ബോധം, ബ്രഹ്മം മാത്രം. ബ്രഹ്മമില്ലാതെ ഭോക്താവില്ല, ഭോജ്യവുമില്ല. ഒരു ഘട്ടത്തിലും പ്രാണനായാലും മനസ്സായാലും ഇന്ദ്രിയങ്ങളായാലും ബാഹ്യവിഷയങ്ങളായാലും ബോധമില്ലാതെ ഭോക്താവുമില്ല, ഭോജ്യവുമില്ല. അപ്പോ ഭോക്താവായാലും ശരി ഭോജ്യമായാലും ശരി മാറ്റമില്ലാതെ നിൽക്കുന്ന വസ്തുവേത്ത് സ്ഥിരമായി ഇത് മാത്രം ചിന്തിച്ചുറപ്പിക്കുക. അവനവന്റെ അനുഭവങ്ങളെ ചിന്തിച്ചാൽ മതി. എവിടെ അനുഭവിച്ചാലും നല്ലതനുഭവിക്കുന്നോ ചീത്ത അനുഭവിക്കുന്നോ എന്നൊന്നും വ്യത്യാസമില്ല. മാറാതെ നിൽക്കുന്ന ഘടകമേതാ? ബോധം. ബോധമില്ലയോ അനുഭവമേ ഇല്ല. അതേ അവസരത്തിൽ അനുഭവത്തിൽ തന്നെ ബോധമല്ലാത്ത മറ്റെല്ലാം വരുന്നു പോകുന്നു. പ്രാണചലനം പോലും വരുന്നു, സ്പന്ദിക്കുന്നു, പോകുന്നു, വീണ്ടും സ്പന്ദിക്കുന്നു, പോകുന്നു, വരുന്നു, പോകുന്നു. വരുന്നതും പോകുന്നതുമൊക്കെ ജഡവിഷയങ്ങൾ. അത് മായ. അതെങ്ങനെയെന്നോ എന്തിനെന്നോ ആർക്കും നിശ്ചയിക്കാൻ കഴിയില്ല. അത് വരും, അത് പോകും, അങ്ങനെ അനാദിയും അനന്തവുമായി നടന്നുകൊണ്ടിരിക്കും. മരുഭൂമിയിലെ കാനൽ ജലം മരുഭൂമി ഉള്ളിടത്തോളം അനാദിയും അനന്തവുമായി വസ്തുബോധമില്ലാത്തവർക്ക് ഉണ്ടെന്ന് തോന്നിക്കൊണ്ടിരിക്കും. അതുപോലാണ് മായ. അതുകൊണ്ട് അതിനെ അത്ര ഗണിക്കേണ്ടതാണ്. പക്ഷേ ഗണിക്കേണ്ടത് എന്തിനെ? ഈ വന്നും പോയും ഇരിക്കുന്ന ഭോക്തൃഭോജ്യ വിഷയങ്ങളിൽ മാറാതെ വരാതെ പോവാതെ നിൽക്കുന്ന വസ്തുവേത് അറിവ്. അറിവത് അത് ബോധം. എത്ര ക്ലിയർ, എത്ര സ്പഷ്ടം. ഇതിലപ്പുറം സ്പഷ്ടമായി എന്ത് പറയണം? ഇതിലപ്പുറം എന്ത് സത്യദർശനം ഇവിടെ ആർക്ക് കിട്ടാൻ പോകുന്നു? അതറിവ്. അത് നാം അത് തന്നെ, നമ്മളൊക്കെ അത് തന്നെ. ആ അറിവ് തന്നെ, ബോധം തന്നെ. ജഡം ബോധം രണ്ടെണ്ണം. അത് നമ്മൾ ബോധം, നമ്മൾ ബ്രഹ്മം. ബോധം തന്നെ ബ്രഹ്മം. സംശയിക്കേണ്ട കാര്യമേ ഇല്ല. അറിവതു നാം അതു തന്നെ. മറ്റ് എല്ലാവരും അതു തൻ വടിവാർന്നു നേടുന്നു. മറ്റുമെല്ലാവരും, കുഞ്ഞുങ്ങളെ നിങ്ങളൊക്കെ ഗുരുദേവൻ നമ്മോട് പറയുന്നു, നാം അത് തന്നെ, മറ്റുമെല്ലാവരും അതു തൻ വടിവാർന്നു നിന്നിടുന്നു. ഇവിടെ ആർക്കെന്ത് സംശയം? ഞാൻ ബോധമാണ്. ആവർത്തിച്ചുറപ്പിക്കുക. അതിലെവിടെയാണ് സംശയം? ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തു ബോധം. ഞാനല്ലാതെ ഉണ്ട് എന്നനുഭവിക്കാൻ നമ്മുടെ വ്യക്തിത്വത്തിൽ മറ്റാരാണുള്ളത്? മറ്റാരുമില്ല. മറ്റെല്ലാം മാറി മാറിപ്പോകുന്നു. മനസ്സ് പോലും, പ്രാണൻ പോലും ചലിച്ചു മാറുന്നു ഓരോ നിമിഷവും. മനസ്സാണെങ്കിൽ വിചാരവികാരങ്ങളിൽ കൂടി ഓരോ നിമിഷവും വന്നും പോയിന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രാണനുൾപ്പെടെ മറ്റെല്ലാം ജഡം വന്നും പോയിന്നിരിക്കുന്നു. നേരെ മറിച്ച് മാറ്റമില്ലാതെ ഞാനുണ്ട്, ഞാനുണ്ട്, എനിക്ക് പ്രാണനുണ്ട്, മനസ്സുണ്ട്. ഞാനുള്ളതുകൊണ്ടാണ് പ്രാണനും മനസ്സുമുള്ളതായിത്തീരുന്നത്, ശരീരമുള്ളതായിത്തീരുന്നത്, പ്രപഞ്ചമുള്ളതായിത്തീരുന്നത്. ഞാനില്ലെങ്കിലോ എല്ലാം ശൂന്യം. അങ്ങനെ ഈ ഞാൻ അത് വരുന്നില്ല, അതൊരിടത്തും പോകുന്നില്ല, അത് സ്ഥിരമായി നിൽക്കുന്നു. അതുകൊണ്ട് നാം അതുതന്നെ, ആ അറിവ് തന്നെ നമ്മൾ.
അതിന്റെ ശുദ്ധരൂപം ഒന്ന് മറമാറ്റിയെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റൊന്നും വേണ്ട. നാം അതുതന്നെ, മറ്റും എല്ലാവരും അതുതൻ വടിവാർന്നു നിന്നിടുന്നു. മറ്റെല്ലാവരും അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ മറ്റെല്ലാം അതുതൻ വടിവാർന്നു നിന്നിടുന്നു. ആ ബോധത്തിന്റെ സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. എന്താ? ഉണ്ട് ഉണ്ട് എന്ന അനുഭവത്തോടുകൂടി സ്ഥിതി ചെയ്യുന്നു. എല്ലാവരിലും സ്ഥിതി ചെയ്യുന്ന ബോധം ഒന്നാണ്, അഖണ്ഡബോധം. മറമാറുന്നതോടുകൂടി അത് സുവ്യക്തമായി തെളിയും. പല ബോധങ്ങളില്ലിവിടെ. തൽക്കാലം പല ബോധമുണ്ടെന്ന് തോന്നുന്നത് ജഡത്തിന്റെ പരിമിതി കൊണ്ട് മാത്രം. ആകാശം പലതുണ്ടെന്ന് തോന്നുന്നില്ലേ? കുടത്തിലെ ആകാശം, മുറിയിലെ ആകാശം എന്ന് തോന്നുന്നതല്ല. കുളം, മുറി എന്ന ഉപാധികളുള്ളതുകൊണ്ട് ആകാശം പലതുണ്ടെന്നതുപോലെ തോന്നുന്നു. വാസ്തവത്തിൽ പലതില്ലല്ലോ. ആകാശത്തെയും കടന്നു നിൽക്കുന്ന അഖണ്ഡബോധം ബ്രഹ്മം പിന്നെ എങ്ങനെയാണ് പലതായിത്തീരാൻ? അതൊരിക്കലും പലതായിട്ടില്ല. പലതായി കാണുന്നതൊക്കെ അതിലെ മായാഭ്രമങ്ങൾ. ഇത് രാപകൽ ചിന്തിച്ചുറപ്പിക്കുക. എവിടെയായാലും, എവിടെ എന്ത് കർമ്മത്തിലേർപ്പെട്ടിരിക്കുമ്പോഴും കൃഷ്ണൻ പറയുന്നു, അത് ചേതസ സർവകർമാണി മയി സന്യസ്യ. സർവകർമ്മങ്ങളും സർവകർമാണ്യപി സദാ കുറുവാണോ. എടോ, എന്ത് കർമ്മമോ എപ്പോ വേണമോ ചെയ്തോളൂ. പക്ഷെ ഈ സത്യം ഓർമ്മിക്കൂ, കർമ്മമില്ലാത്തത്, കർമ്മരഹിതമായ, ചലനരഹിതമായ, ആനന്ദരഹിതമായ ബോധം മാത്രമാണ് ഉള്ളത്. ഞാൻ അതാണ്, നാം അതുതന്നെ, മറ്റെല്ലാവരും അതുതൻ വടിവാർന്നു നിന്നെടുത്തു. ഒരു സംശയവുമില്ലേ ഭാഷയിൽ പോലും ഒരു സംശയവും ഇല്ല. ഇര മുതലായവ എന്നും ഇപ്രകാരം വരും. ഇര എന്ന് വെച്ചാൽ ഭോജ്യം, ഭുജിക്കപ്പെടുന്ന വസ്തു. ഇര ഭക്ഷിക്കപ്പെടുന്ന വസ്തു. അതിന്റെ കൂടെ ഭോക്താവും ചേർത്തോളണം. അപ്പോ ഇര മുതലായവ, ഭോജ്യവും ഭോക്താവും ഒക്കെ എന്നും മായയുടെ കളിയാണ്. ഇപ്രകാരം വരും. ഇനിയും വരവറ്റു നിൽപ്പതേകമാകും. വരവും പോക്കും ഒന്നുമില്ലാതെ സ്ഥിരമായി നിൽക്കുന്ന വസ്തു ഒന്നേ ഒന്ന്. എന്താണത്? അറിവതു. അതറിവാണ്, അത് ബോധമാണ്, അത് ബ്രഹ്മമാണ്. അങ്ങനെ സ്ഥിരമായി നിൽക്കുന്ന സത്യം ബ്രഹ്മമാണ്. നാം അതുതന്നെ, നമ്മൾ അതുതന്നെയാണ്. മറ്റുമെല്ലാവരും അതുതൻ വടിവാർന്നു നിന്നിടുന്നു. എല്ലാവരും അത് തന്നെയാണ്. ഈ സത്യമാണ് നമുക്ക് അനുഭവിച്ചറിയേണ്ടത്. അനുഭവിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല. ഗുരുദേവൻ തന്നെ പറഞ്ഞ സമയെ ആശ്രയിക്കുക, അന്യയെ വിടുക. പലതിങ്ങനെ ഇത് കുടം, ഇത് കലം, ഇത് ചന്ദ്രൻ, ഇത് സൂര്യൻ എന്ന് കാണിക്കുന്ന നിരവധി വിശേഷങ്ങളുള്ള അന്യയെ മാറ്റി നിർത്തിയിട്ട് സമയെ ആശ്രയിച്ച് ഇത് ഈശ്വരൻ, ബ്രഹ്മമെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈശ്വരൻ, ശാസ്ത്രീയമായ ഈശ്വരൻ ബ്രഹ്മമാണ്. ഈശാവാസ്യമിതം സർവം. ഇതീശ്വരൻ, ഇതീശ്വരൻ, ഇതീശ്വരൻ. ഒന്നും പേടിക്കണ്ട. മനസ്സിന് ഇത്രയും മോശമായ വസ്തുവിനെ ഈശ്വരനായി കാണാനോ ഒരു കുഴപ്പമില്ല. ഭഗവാൻ ഒരു കുഴപ്പവും സംഭവിക്കില്ല. കണ്ടോളൂ, നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും. അതിനുള്ള കരുത്ത് നമുക്കുണ്ടാവണം. ആത്മോപദേശം ആവർത്തിച്ച് കേൾക്കുന്നതുകൊണ്ട് അത് സംഭവിക്കും. അത്ര ഗംഭീരം. എടുത്തു പോകുന്തോറും ആത്മോപദേശ ശതകം അതിഗംഭീരമായിട്ട് തോന്നുന്നു. ഗുരുദേവനും ഭഗവാനും ഇക്കാര്യത്തിൽ നമ്മെ ഒക്കെ അനുഗ്രഹിച്ചരുളുമാറാകട്ടെ. പ്രണാമം.